എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന Realme Narzo 30A എന്ന് പറഞ്ഞ ഫോണിൻ്റെ റിവ്യൂ ആണ്. രണ്ട് വേരിയൻറ്റിലാണ് ഫോൺ വരുന്നത്. 3GB റാം വേരിയൻറ്റും അതുപോലെ തന്നെ 4GB റാം വേരിയൻറ്റും. 3GB റാം വേരിയൻറ്റിന് 8999 രൂപയും അതുപോലെ തന്നെ 4GB റാം വേരിയൻറ്റിന് 9999 രൂപയാണ് പ്രൈസ്. ബോക്സിൽ നമുക്ക് ഫോൺ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജർ കിട്ടുന്നുണ്ട്. ചാർജർ ആണെന്നുണ്ടെങ്കിൽ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഫോണിൽ നമുക്ക് 6000 mAh ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ 18 വാട്ട്സിൻ്റെ ചാർജർ ഉണ്ടെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ടൈം എടുക്കും. ചാർജിങ്ങിനും ഡാറ്റ സിങ്കിനുമായിട്ട് നമുക്ക് വരുന്നത് USB Type-C കേബിളാണ്. മൊബൈലിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഡിസ്പ്ലേ അല്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് വരുന്നത്. അങ്ങനെ ഓവറായിട്ടൊരു നല്ല കിടിലൻ ഡിസ്പ്ലേ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മോശമല്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു Pixel 4 ഒക്കെ ലുക്ക് തോന്നുന്നുണ്ട്. ബാക്ക് സൈഡ് കാണുമ്പോൾ ആ ക്യാമറയുടെ ലേഔട്ടും അതുപോലെ തന്നെ ഈ രണ്ട് കളർ ടോണൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു Pixel 4 ലുക്കുണ്ട്. ബാക്ക് സൈഡും ഗ്ലോസി ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ അട്രാക്ട് ചെയ്യില്ല. മൊബൈലിൻ്റെ ബാക്ക് സൈഡൊക്കെ പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളികാർബണേറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. Gorilla Glass 3 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ USB Type-C പോർട്ടാണ് വരുന്നത്. ഇപ്പോൾ എല്ലാ ഫോണിലും എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതേക്കാളും നല്ല കാര്യമാണ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ടച്ച് സെൻസിറ്റിവിറ്റി ഒന്നും യാതൊരു കുഴപ്പമില്ല. വെയിലത്തൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബ്രൈറ്റ്നസ് കുറവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് വരുന്നത്. ഫോണിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ നോക്കുകയാണെന്നുണ്ടല്ലോ Android 10 ഫോൺ വരുന്നത്. അതൊരു നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാം. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ഫോണും വരുന്നത് Android 11 3GB റാം വരുന്നത്, 32GB മെമ്മറി വരുന്നത്. 32GB നമുക്ക് ഏകദേശം ഒരു 18GB അവൈലബിൾ ആണ്. ഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സിമ്മും അതുപോലെ തന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറയുടെ ലേഔട്ട് കാണുമ്പോൾ നമുക്ക് 4 ക്യാമറകളുണ്ടെന്ന് തോന്നും. പക്ഷേ 4 ക്യാമറയില്ല, നമുക്ക് ഈ 2 ക്യാമറകളാണ് വരുന്നുള്ളൂ. 13 MP വരുന്ന മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 2 MP വരുന്ന ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 MP സെൽഫി ക്യാമറ വരുന്നത്. ഫോണിലാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ ഫോൺ കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഫോണാണെന്ന് പറയാം. കുറച്ച് ഹൈറ്റ് കൂടിയൊരു ഫോണാണ്. സാധാരണ നോർമൽ ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ടോൾ ഫോണാണെന്ന് പറയാം. ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റിലോട്ട് റീച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ എടുത്ത് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. വളരെ ഫാസ്റ്റാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണ്. അൾട്രാ ഫാസ്റ്റ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് നമുക്കൊരു സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല. പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ കൂടെ നമ്മളൊരു സ്ക്രീൻ ഗാർഡ് കൂടെ വാങ്ങിയാൽ നല്ലതായിരിക്കും. ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മെമ്മറി പോകുന്നൊന്നും പേടിക്കേണ്ട. ഏത് ആപ്ലിക്കേഷൻ വേണം നമ്മൾ ഉപയോഗിക്കാത്ത എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഇതിനകത്ത് ബാറ്ററി ലൈഫാണ്. 6000 mAh ബാറ്ററി വരുന്നത്. ഞാൻ വളരെ ഹെവി ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ടും എനിക്ക് 2 ദിവസം ബാറ്ററി ലൈഫ് കിട്ടി. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 3 ദിവസം വരെ ഈസി ആയിട്ട് കിട്ടും. 10 മണിക്കൂറിന് മുകളിൽ എനിക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടല്ലോ നമുക്ക് മീഡിയാടെക്കിൻ്റെ Helio G85 എന്ന പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ പറ്റിയ പ്രോസറാണ്. സാധാരണ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ലാഗുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ആപ്പിൽ നിന്ന് വേറെ ആപ്പിലോട്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്തോ നമുക്ക് യാതൊരുവിധ ലാഗും അനുഭവപ്പെടുകയില്ല. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, നമുക്ക് ഈ ഫോണിൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ ഇഷ്യൂ വരുന്നില്ല. ഗെയിമിംഗ് ആയിക്കോട്ടെ, 1 മണിക്കൂറൊക്കെ മേളിൽ ഗെയിം കളിച്ചാലും അത്യാവശ്യം നോർമലായിട്ട് ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമുക്കതിനകത്ത് പരസ്യങ്ങളൊന്നും കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. സാധാരണ റിയൽമിയുടെ ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, പോക്കോ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ പരസ്യങ്ങൾ അവിടെ ഇവിടെ നമുക്ക് വരും. ഇപ്പോൾ പോക്കോയുടെയും റെഡ്മിയുടെയും ഫോണുകളിലാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് ആർട്ട് ഫ്രീ ആയിട്ടുള്ള ഫോണാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് യാതൊരുവിധ പരസ്യങ്ങളും വരുന്നില്ല. ഒരു ആർട്ട് ഫ്രീ ആയിട്ടുള്ള ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടല്ലോ നമുക്ക് 48 MP എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. സൂം ചെയ്താലും അങ്ങനെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. പിന്നെ റിയൽമിയുടെ ഫോൺ ആയതുകൊണ്ട് കളറൊക്കെ കുറച്ച് കൂടുതലാണെങ്കിലും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോ ആണ് നമുക്ക് കിട്ടുന്നത്. സെൽഫി ക്യാമറ നോക്കിയാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫോട്ടോ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓവർ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് നമുക്ക് കിട്ടുന്നത്. 8 MP സെൽഫി ക്യാമറ വരുന്നത്. സെൽഫി ക്യാമറയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർട്രേറ്റ് ഫോട്ടോസാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലറായിട്ടുണ്ട്. പിന്നെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം, ഇൻഡോറിൽ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഡോറിൽ എടുക്കുന്ന സെൽഫി നമുക്ക് അത്യാവശ്യം നല്ല സെൽഫിയാണ് കിട്ടുന്നത്. ഫോണിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം, നമുക്ക് ഈ ഫോണിലൊരു വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ ഫോണിൻ്റെ ക്യാമറ ലേഔട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് 4 ക്യാമറ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇതിൽ 2 ക്യാമറ ഉള്ളൂ.
സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോണിലും നമുക്കൊരു ഏകദേശം 4 ക്യാമറ അല്ലെങ്കിൽ 3 ക്യാമറകൾ വരുന്നുണ്ട്. ഇത് നല്ലൊരു ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ കിട്ടിയേനെ. പിന്നെ ഒരു നെഗറ്റീവ് പറയാനുള്ളത്, ഫോണിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അത്ര നല്ല ഫോണാണെന്ന് പറയാൻ പറ്റില്ല. നോർമൽ യൂസേജിൽ, അതായത് സാധാരണ ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നമില്ല. ഡേ ടു ഡേ യൂസേജിൽ യാതൊരുവിധ പ്രശ്നമില്ല. നിങ്ങൾ അത്യാവശ്യം ഗെയിം കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, പബ്ജിയും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പബ്ജിയും കാര്യങ്ങളൊക്കെ നോർമൽ സെറ്റിംഗ്സിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അതും അത്ര നല്ല രീതിയിൽ കളിക്കാൻ പറ്റില്ല. ഗെയിം കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് ആകുന്നുണ്ട്. പബ്ജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് കളിക്കുമ്പോൾ തന്നെ ലാഗ് ആകുന്നുണ്ട്. നിങ്ങളൊരു ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 9,000 അല്ലെങ്കിൽ 10,000 ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ഫോൺ വാങ്ങാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയാണ്, കിടിലം ബാറ്ററി ലൈഫാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറെ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.